Hi everyone, this is Abin from Evika. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ MacBook യൂസേഴ്സിൻ്റെ ഒരു യൂട്ടിലിറ്റി ഫുള്ള് മാറ്റിമറിക്കാൻ പോകുന്ന കുറച്ചധികം ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും എല്ലാ MacBook യൂസേഴ്സിനും അവരുടെ ഡെയിലി ലൈഫിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന MacBookനെക്കാട്ടും കുറേയധികം മാറ്റങ്ങൾ അവരുടെ MacBook ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും ഫുള്ളായിട്ട് കാണുക. അതേപോലെ ഞാൻ നിങ്ങൾ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ വരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. നമ്മുടെ ചാനലിൽ ഇപ്പോഴും കുറേയധികം കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളാണ് നമ്മുടെ കോർ എന്ന് പറയുന്നത്. നമ്മുടെ ഈ പറയുന്ന ആദ്യത്തെ ടിപ്പ് ആൻഡ് ട്രിക്ക് എന്ന് പറയുന്നത് ഇമേജ് കൺവേർഷനാണ്. ഇമേജ് കൺവേർഷൻ നമ്മൾ ഏറ്റവും ആദ്യം നോക്കേണ്ടത് ഇപ്പോൾ ഈ ഒരു ഫയല് JPEG ആണ്. അത് നമുക്ക് PNGയിലേക്ക് മാറാനായിട്ട് നമ്മുടെ ഈ പറഞ്ഞ റൈറ്റ് ക്ലിക്ക് അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. നേരെ താഴത്തേക്ക് പോയിട്ട് ക്വിക്ക് ആക്ഷൻ എന്ന ഓപ്ഷനിൽ കൺവേർട്ട് ഇമേജ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ടാപ്പ് ചെയ്യുക. ഇവിടെ നമുക്ക് JPEG ആണ് വന്നിരിക്കുക അല്ലെങ്കിൽ JPG ആണ് വന്നിരിക്കുന്നത്. അവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം PNG ഓപ്ഷൻ എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന HEIF ഉണ്ടാവും, അല്ലെങ്കിൽ PNG എടുക്കുക. നമ്മുടെ ആക്ച്വൽ സൈസ് മാറ്റിയിട്ട് നമുക്ക് ഏതെങ്കിലും സൈസിൻ്റെ ആ ഒരു കംപ്രഷൻ ഉണ്ടെങ്കിൽ അതും സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കൺവേർട്ട് PNG കൊടുക്കുക. നമുക്കിവിടെ ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇമേജ് PNG ആയിട്ട് വന്നിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മുടെ രണ്ടാമത്തെ ടിപ്പാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ. ഈ ഒരു MacOSന്റെ ഏറ്റവും ഐക്കോണിക് അല്ലെങ്കിൽ ഏറ്റവും ഇംപ്രസീവായ ഒരു ഫീച്ചറാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ. നമുക്കൊരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ വെബ്സൈറ്റോ ആക്സസ് ചെയ്യേണ്ട, നമുക്ക് ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഫോട്ടോയിൽ കുറച്ചധികം കാര്യങ്ങളുണ്ട്. നമ്മൾ നേരെ ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. അതിനുശേഷം പിന്നെയും ഈ പറഞ്ഞ ഡബിൾ ഫിംഗർ കൊണ്ട് അല്ലെങ്കിൽ 2 ഫിംഗേഴ്സ് കൊണ്ട് നമ്മൾ ടാപ്പ് ചെയ്തു. നേരെ ക്വിക്ക് ആക്ഷനിലേക്ക് പോയി അവിടെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മുടെ ആ പറയുന്ന എല്ലാ ഒബ്ജക്റ്റിനും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും മാറ്റിയിട്ട് നമ്മുടെ ഫോൺ മാത്രം ഒരു PNG മോഡിലേക്ക് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ മൂന്നാമത്തെ ടിപ്പാണ് ഫ്ലൈറ്റ് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഐഫോണിലുള്ള ഒരു ഓപ്ഷനാണ് ഫ്ലൈറ്റ് ട്രാക്കിംഗ്. നമുക്ക് മാക്കിലും ആ ഒരു ഫ്ലൈറ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റും വിത്തൗട്ട് ഒരു ആപ്ലിക്കേഷനും ഒരു വെബ്സൈറ്റും. ഈ ഒരു ഫ്ലൈറ്റ് ട്രാക്ക് ചെയ്യാനായിട്ട് നമ്മുടെ സ്പോട്ട് സെർച്ചിലേക്ക് പോവുക. സ്പോട്ട് സെർച്ചിന് കമാൻഡ് പ്ലസ് സ്പേസ് ആണ്. സ്പോട്ട് സെർച്ച് എടുത്തിട്ട് നമ്മൾ ആ ഒരു ഫ്ലൈറ്റിൻ്റെ നെയിം അടിക്കുക. ഇപ്പോൾ DLH498 എന്ന് അടിച്ചു. ഇപ്പോൾ നമുക്കൊരു ഫ്ലൈറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യാൻ നമുക്കിവിടെ കാണാൻ പറ്റും. ആ ഒരു ഫ്ലൈറ്റ് എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു, എത്ര മണിക്ക് ഡിപ്പാച്ചർ, എത്ര മണിക്ക് അറൈവൽ, ആ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ക്ലീൻ ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ആ ആപ്ലിക്കേഷനിൽ പേ ചെയ്യേണ്ടതായി വരും. അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് ചെയ്താൽ ഫ്രീ ആയിട്ട് ആ ഒരു ഫ്ലൈറ്റ് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് MacBookൽ വരുന്നുണ്ട്. നമ്മുടെ അടുത്ത ടിപ്പാണ് ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത്. ഈ ഒരു ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീച്ചർ ആപ്പിളിൻ്റെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇപ്പോൾ നമ്മുടെ MacBookൽ നോക്കുമ്പോൾ മനസ്സിലാവും. എൻ്റെ ഐഫോണിൽ ഞാൻ എടുത്തിരിക്കുന്ന ടാബ് എനിക്ക് ഇവിടെയും വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും സഫാരി ഫ്രം ഐഫോൺ എന്നുണ്ട്. അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഈ പറഞ്ഞ ഐഫോണിൽ വന്നിരുന്ന സെയിം ടാബ് തന്നെയാണ് ഇവിടെയും നമുക്ക് വന്നിരിക്കുന്നത്. ഒരു വ്യത്യാസവുമില്ല. സീംലെസ് ആയിട്ട് നമ്മുടെ ഈ പറഞ്ഞ ഈ ഒരു ഐഫോണിൽ നിന്ന് നമുക്ക് MacBookലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇത് എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ നമ്മൾ നേരെ ഈ പറയുന്ന സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സിൽ നമുക്ക് ജനറൽ നേരെ ഈ പറഞ്ഞ എയർ ഡ്രോപ്പ് ആൻഡ് ഹാൻഡ് ഓഫിലേക്ക് പോവുക. ഇവിടെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അലോ ഹാൻഡ് ഓഫ് ബിറ്റ്വീൻ ദിസ് മാക് ആൻഡ് യുവർ iCloud ഡിവൈസ് എന്ന്. ഈ ഒരു ഓപ്ഷൻ എനേബിൾഡ് ആണെന്ന് ഉറപ്പ് വരുത്തുക. കാരണം എനേബിൾഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ എല്ലാ MacBook ഡിവൈസുമായിട്ട് ഈ പറയുന്ന ഹാൻഡ് ഓഫ് യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ അടുത്തൊരു ഫീച്ചറാണ് ഈ പറയുന്ന കോപ്പി ആൻഡ് പേസ്റ്റ് എന്ന് പറയുന്നത്. ഐഫോണിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ അല്ലെങ്കിൽ നമ്മുടെ MacBookലും ഈ പറഞ്ഞ ഹാൻഡ് ഓഫ് എനേബിൾഡ് ആണെങ്കിൽ നമുക്ക് കോപ്പി പേസ്റ്റും സീംലെസ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഡിവൈസിൽ ഐഫോണിൽ ഞാൻ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ കോപ്പി ചെയ്തു. അതിനുശേഷം നമ്മുടെ ഈ പറയുന്ന MacBookലേക്ക് പോയിട്ട് ഞാൻ സ്പോട്ട് സെർച്ച് എടുത്തു. ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കമാൻഡ് V അടിക്കുകയാണെങ്കിൽ എനിക്ക് ആ ഒരു കോപ്പി ചെയ്യുന്ന ലിങ്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്, ആ ഒരു ഫുൾ ഓപ്ഷനും നമുക്ക് കോപ്പി ചെയ്ത് MacBookലേക്ക് പേസ്റ്റ് ചെയ്യണമെങ്കിൽ സിമ്പിളായിട്ട് ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തൊരു MacBook ഫീച്ചറാണ് നമ്മുടെ ഒരു കൂട്ടുകാരും ഇങ്ങനെ എടുക്കാറില്ല. കാരണം
നമ്മൾ നേരെ സഫാരിയിലേക്ക് പോയി. സഫാരിയിൽ നമുക്ക് പൊതുവെ പുതിയ ടാബ്സുകൾ എടുക്കണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താണ് നമ്മൾ ഓരോ പുതിയ ടാബുകളും ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. നമുക്ക് വിൻഡോസിലാണെങ്കിൽ നമുക്ക് പുതിയ ടാബ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അതേപോലെ നമുക്ക് ആ പറയുന്ന പെട്ടെന്ന് ആപ്ലിക്കേഷൻ ക്വിറ്റ് ചെയ്യാനും എളുപ്പമാണ്. നമ്മുടെ മാക്ബുക്കിലേക്ക് വരുമ്പോൾ അങ്ങനെ എല്ലാവരും ചെയ്യാറില്ല. എപ്പോഴും ഈ പറഞ്ഞ ഈ ഒരു റെഡ് ഐക്കണിൽ പോയി ക്ലിക്ക് ചെയ്താണ് ക്ലോസ് ചെയ്യാറ്. പക്ഷേ നമ്മുടെ മാക്ബുക്കിലും നമുക്ക് പുതിയ ടാബുകൾ ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഫോഴ്സ് ക്വിറ്റ് ചെയ്യാനും എല്ലാ ഓപ്ഷനുണ്ട്. നമ്മുടെ സഫാരിയിൽ നമുക്കൊരു പുതിയ ടാബ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ കീബോർഡ് ഷോർട്ട്കട്ടായ കമാൻഡ് ടി പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അപ്പോൾ തന്നെ ഒരു പുതിയ വെബ്സൈറ്റ് അല്ലെങ്കിൽ പുതിയൊരു ടാബ് വരും. ഞാനിപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഒരു ടാബ് എടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം എനിക്കൊരു പുതിയ ടാബ് എടുക്കണമെങ്കിൽ കമാൻഡ് ടി അടിച്ചാൽ എനിക്ക് അപ്പോൾ തന്നെ ആ ഒരു പുതിയ ടാബ് വരും. ഇനി എനിക്ക് ഈ ഒരു ടാബ് നേരത്തെ ഉണ്ടായ ടാബ് എനിക്ക് റീഫ്രഷ് ചെയ്യണമെന്നാണെങ്കിൽ കമാൻഡ് +R കൊടുത്തതിനാൽ ആ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ടാബ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റീലോഡായി വരും. ഇനി ഈ ഒരു ടാബ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഒരു ഫുള്ളായിട്ടുള്ള സഫാരി എന്ന ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യണമെങ്കിൽ പൊതുവെ എല്ലാവരും ചെയ്യുന്നത് ഈ ഒരു റെഡ് ഐക്കണിൽ പോയി ക്ലിക്ക് ചെയ്യും. പക്ഷേ അങ്ങനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഒരിക്കലും ഫോഴ്സ് ക്വിറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ചെറിയൊരു ഡോട്ട് അതിൻ്റെ താഴത്തുണ്ട്. അതിനർത്ഥം ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നുണ്ട്. അത് ഈസി ഓഫ് ആക്സസിന് വേണ്ടിയാണ് ആപ്പിൾ അങ്ങനെ റൺ ചെയ്യുന്നത്. പക്ഷേ ഇത് ഫോഴ്സ് ക്വിറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കമാൻഡ് +Q ഞെക്കിക്കഴിഞ്ഞാൽ ആ ഒരു ടാബ് കംപ്ലീറ്റ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ക്ലോസ് ആകും. അത് എങ്ങനെ നമുക്ക് മേക്ക് ഷുവർ ചെയ്യാൻ പറ്റുന്നതാണ് നേരെ നമ്മുടെ ഈ ഒരു ടാബ് സെക്ഷനിലേക്ക് പോവുക. ഇപ്പോൾ അവിടെ ആ ഒരു ഡോട്ട് ഇല്ല. ഈ ഒരു ഫൈൻഡറിൽ നമുക്ക് ഡോട്ട് മാറ്റാൻ പറ്റില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ ഒരു ഫൈൻഡർ എന്ന ആപ്ലിക്കേഷൻ ഓൾവേസ് നമ്മുടെ മാക്ബുക്കിൽ ഓപ്പൺ ആയിരിക്കും. അത് നമുക്ക് ഒരിക്കലും ഫോഴ്സ് ക്വിറ്റ് ചെയ്ത് കളയാൻ പറ്റില്ല. ഹൈഡ് മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ അടുത്തൊരു ഫീച്ചറാണ് കണ്ടിന്യൂറ്റി ക്യാമറ എന്ന് പറയുന്നത്. നമ്മുടെ macOS വെഞ്ചുറയിലേക്ക് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ യൂസേഴ്സ് അവരുടെ വെബ് ക്യാമറ ആയിട്ട് യൂസ് ചെയ്ത് സ്വന്തം ഐഫോണാണ്. അത് എങ്ങനെയാണ് ഈസി ഓഫ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് നേരെ നമ്മുടെ ഈ പറയുന്ന ലോഞ്ച് പാഡിലേക്ക് പോവാം. ഇവിടെ നമ്മുടെ ഈ ഒരു ക്വിക്ക് ടൈം പ്ലെയർ സെലക്ട് ചെയ്യുക. ഈ ക്വിക്ക് ടൈം പ്ലെയറിൽ നമ്മൾ നേരെ ഫയലിലേക്ക് പോവുക, ന്യൂ മൂവി റെക്കോർഡിംഗ് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഇൻബിൽഡ് ആയിട്ട് വരുന്നത് നമ്മുടെ വെബ് ക്യാമറ ആണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അത്ര ക്വാളിറ്റി നമുക്ക് ഈ ഒരു വെബ് ക്യാമറയിൽ പ്രോമിസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഐക്കൺ കാണാൻ പറ്റും. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ എബിൻസ് iPhone 11 ക്യാമറ എന്ന് കാണും. നമ്മൾ അത് നേരെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഐഫോണാണ് ഇപ്പോൾ ഈ പറയുന്ന ഫുൾ ക്യാമറകളും സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ എൻ്റെ ഫുൾ വീഡിയോ ക്യാപ്ചർ ചെയ്യുന്നത് എൻ്റെ ഐഫോൺ എന്നാണ്. ഇതേപോലെ നിങ്ങളുടെ സ്വന്തം ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ വീഡിയോസും ഈസി ഓഫ് ആക്സസ് ആയിട്ട് എടുക്കാൻ പറ്റും. നമ്മുടെ അടുത്ത ടിപ്പാണ് ഇമോജി കീബോർഡ് എന്ന് പറയുന്നത്. കുറേ കൂട്ടുകാർക്ക് ഇത് ഐഫോൺ മാത്രം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ മാക്ബുക്കിലേക്ക് വരുമ്പോൾ അത് എങ്ങനെ സെലക്ട് ചെയ്യണം, അതിൻ്റെ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചിലവർ ചിന്തിക്കും. അങ്ങനത്തെ ഒരു ഓപ്ഷൻ നമ്മുടെ മാക്ബുക്കിലുണ്ട്. അത് കൂടുതൽ പേർക്ക് അറിയാത്തതുകൊണ്ടാണ് ഇമോജി മാക്ബുക്കിൽ എടുക്കാത്തത്. നമ്മൾ ഈ പറയുന്ന നേരെ നമ്മുടെ സഫാരിയിലേക്ക് പോകുന്നു. സഫാരിയിൽ പോയി കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ കമാൻഡ് കൺട്രോൾ സ്പേസ് അടിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഇമോജി ടാബ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇമോജി നമുക്ക് സെർച്ച് ചെയ്തെടുക്കാനും പറ്റും. അതേപോലെ നമുക്ക് നേരത്തെ ഉണ്ടാകുന്ന ഇമോജി ലിസ്റ്റൊക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇമോജീസൊക്കെ പെട്ടെന്ന് മെസ്സേജ് ആയിട്ട് അയക്കാനുള്ള എളുപ്പമാർഗ്ഗമാണ് ഈ പറഞ്ഞ കീബോർഡ്. നമ്മുടെ അടുത്ത ടിപ്പാണ് സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത്. നമ്മുടെ കുറേ യൂസേഴ്സിന് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാം, പക്ഷേ കുറച്ച് കൂട്ടുകാർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ല. അതിൻ്റെ കീബോർഡ് സെറ്റിങ്സ് എന്താണെന്ന് വെച്ചാൽ Command+Shift+3 എന്ന് പറയുന്നതാണ് ആ ഒരു സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത്. പക്ഷേ കുറച്ചധികം കൂട്ടുകാർക്ക് സെലക്റ്റീവ് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ല. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ Command+Shift+4 നിൽക്കുക. ഇവിടെ നമ്മുടെ ഇപ്പോൾ ഈ ഒരു പോയിന്റർ മാറിയിട്ടുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യുന്ന പോർഷൻ മാത്രമായിരിക്കും നമുക്ക് സ്ക്രീൻഷോട്ടായിട്ട് വരുന്നത്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ സെലക്ട് ചെയ്ത പോർഷൻ മാത്രമാണ് സ്ക്രീൻഷോട്ടായിട്ട് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഒരു ടാബ് എടുത്തു, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സഫാരിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടാബ് എടുത്തു. ആ ഒരു ടാബ് ഒരു PNG രൂപത്തിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുമോ? അതും പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നേരെ സഫാരിയിലേക്ക് പോയി. സഫാരിയിൽ പോയി കഴിഞ്ഞ ശേഷം ഞാനിപ്പോൾ Command+Shift+4 ഞെക്കിയതിന് ശേഷം സ്പേസ് ഞെക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഈ ഒരു സഫാരി ടാബ് ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്നത്. ഈ ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന പോർഷൻ മാത്രമാണ് എനിക്ക് സ്ക്രീൻഷോട്ടായിട്ട് വരുന്നത്. ഞാൻ അത് നേരെ ഈ പറയുന്ന ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു, ആ സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് ആ ഒരു വാൾപേപ്പർ ഉൾപ്പെടെ പോയിട്ടുണ്ട്. എൻ്റെ ഈ പറഞ്ഞ റൗണ്ട് എഡ്ജ് ആയിട്ടുള്ള സഫാരി ടാബ് ക്ലിയർ ആയിട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്.
ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ആയിട്ട് പറയാൻ പോകുന്ന ഒരു ഫീച്ചറാണ് സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറയുന്നത്. നമ്മുടെ ഐപാഡിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് സ്പ്ലിറ്റ് സ്ക്രീൻ. പക്ഷേ മാക്ബുക്കിലേക്ക് വരുമ്പോൾ പൊതുവേ ആൾക്കാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ടാബ് എടുത്തിട്ട് ഞാനിപ്പോൾ ഈ ഒരു സഫാരി എടുത്തതിന് ശേഷം ഞാൻ പിന്നീട് ഈ ഫൈൻഡർ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ പറയുന്ന സ്റ്റേജ് മാനേജറുള്ളതുകൊണ്ട് ബാക്കിലേക്ക് പോകും. പക്ഷേ എനിക്ക് സൈമൾട്ടേനിയസ്ലി ഒരു വീഡിയോ എൻ്റെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മാക്ബുക്കിലുള്ള ഒരു വീഡിയോ കാണണം, അതിൻ്റെ കൂടെ തന്നെ എനിക്ക് സഫാരിയിൽ ബ്രൗസും ചെയ്യണം. അതെങ്ങനെ സാധിക്കും? അതിനാണ് സ്പ്ലിറ്റ് സ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു ടാബ് എടുത്തു, അതിനുശേഷം ഞാൻ നേരെ നമ്മുടെ ആപ്പിളിൻ്റെ ഒരു വെബ്സൈറ്റിലേക്ക് പോയി. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 3 ടോഗിൾ കാണാം. ഒരെണ്ണം ക്ലോസ് ചെയ്യാൻ, ഒരെണ്ണം മിനിമൈസ് ചെയ്യാൻ, ഒരെണ്ണം എൻലാർജ് ചെയ്യാൻ. പക്ഷേ അവിടെ ജസ്റ്റ് കുറച്ചെണ്ണം വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എൻ്റർ ഫുൾ സ്ക്രീൻ, പിന്നെ ടൈൽ വിൻഡോ ടു ലെഫ്റ്റ് ഓഫ് ദ സ്ക്രീനും ടൈൽ വിൻഡോ ടു ദ റൈറ്റ് ഓഫ് ദ സ്ക്രീനും. ഞാനിത് നേരെ ലെഫ്റ്റ് ഓഫ് ദ സ്ക്രീൻ വെച്ചു. ഇപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്ക്രീൻ ഫുള്ള് എനിക്ക് എന്താണ് വന്നിരിക്കുന്നത്? എനിക്ക് ആ ഒരു സ്ക്രീൻ മാത്രമാണ് വന്നിരിക്കുന്നത്. ഇനി എനിക്ക് ഇവിടെ വേറൊരു കാര്യം കൂടെ എടുക്കണം. അതിന് നേരെ ഞാൻ ഈ പറയുന്ന എൻ്റെ ഫൈൻഡറിലേക്ക് പോയി ഞാൻ ഫൈൻഡറിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ സെലക്ട് ചെയ്തു. ആ വീഡിയോ എടുത്തു. അതിനുശേഷം ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാനിത് റൈറ്റ് സൈഡിലേക്ക് വെച്ചു, ഇത് ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് വെച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കും മനസ്സിലാവും എനിക്ക് എൻ്റെ വീഡിയോ കാണാനും പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ ഒരു ബ്രൗസർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ പറയുന്നത്. കുറേ കൂട്ടുകാർക്ക് ഈ പറയുന്ന സ്പ്ലിറ്റ് സ്ക്രീൻ മാക്ബുക്കിൽ അറിയില്ല. പക്ഷേ ഇത്രയും പൊട്ടൻഷ്യലുള്ള യൂസിങ് കാര്യങ്ങളും നമ്മുടെ ഈ ഒരു മാക്ബുക്കിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഓരോ കാര്യങ്ങളും നിങ്ങൾ യൂസ് ചെയ്യണം. അതുകൊണ്ടാണ് ഈ ഓപ്ഷൻസ് ഒക്കെ മാക്ബുക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷേ കുറേ കൂട്ടുകാർക്ക് ഈ ഓപ്ഷൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്തത്. നമ്മുടെ ഈ പറഞ്ഞ ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി, അതേപോലെ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. നിങ്ങൾക്ക് എന്തായാലും ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വീഡിയോയുടെ തൊട്ട് താഴത്തെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടിപ്പ് ഏതാണെന്നും അതേപോലെ ഇനി ഇതേപോലെ കുറേയധികം ടിപ്സ് വേണമെങ്കിലും നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്തെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. ആൻഡ് ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്പനിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ എടുക്കുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇപ്പോഴും കുറേ കൂട്ടർ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നത്. സോ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളാണ് നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്. അതെല്ലാം നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം ഇൻസ്റ്റാഗ്രാം ലിങ്ക് തൊട്ടത് കൊടുക്കുന്നുണ്ട്. Go follow me in Instagram too. And thank you so much for watching this video. This is Abin, Xavier signing from Evika.